മഹാരാഷ്ട്രയിൽ നിന്നും വലിയ ഒരു EVM ഹാക്കിംഗ് ആരോപണത്തിന്റെ വാർത്ത പുറത്തുവരുന്നു. പോൾ ഒഫീഷ്യൽ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ഫോൺ ND മുന്നണി സ്ഥാനാർത്ഥിയുടെ ബന്ധു വോട്ടെണ്ണുന്ന സമയത്ത് പല പ്രാവശ്യം ഉപയോഗിച്ചത്രേ. ഇപ്പോൾ ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ രവീന്ദ്ര വൈക്കറും ഉദ്ധവ് പക്ഷത്തിന്റെ അമോൽ കീർത്തികറും തമ്മിലായിരുന്നു മത്സരം. EVM മെഷീനിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അമോൽ കീർത്തികർ ആയിരുന്നു മുൻപിൽ. എന്നാൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണിയതോടുകൂടി 48 വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു. വെറും സാധാരണ കാര്യമാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ ട്വിസ്റ്റ് അവിടെയല്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഇവിടുത്തെ എൻകോർ പോൾ പോർട്ടൽ ഓപ്പറേറ്റർ ദിനേശ് ഗൗരവിന്റേതാണ് ഈ ഫോണ്. പോസ്റ്റൽ വോട്ടുകൾ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സംവിധാനം അൺലോക്ക് ചെയ്യുന്നതിനുള്ള വൺ ടൈം പാസ്കോഡ് OTP ഈ ഫോണിലേക്കാണ് ലഭിക്കുന്നത്. അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് ആ ഡേറ്റ ഈ ഫോൺ ഉപയോഗിച്ചാണ് അൺലോക്ക് ചെയ്യുന്നത്. ദിനേശ് ഗൗരവ് ഈ ഫോണിൽ പോസ്റ്റൽ വോട്ട് ഡേറ്റ അൺലോക്ക് ചെയ്യാനുള്ള OTP ലഭിച്ചതായി കണ്ടെത്തി. വോട്ടെണ്ണുന്ന സമയത്ത് ഈ ഫോൺ ഷിൻഡെ ശിവസേന സ്ഥാനാർത്ഥിയുടെ ബന്ധു മഹേഷ് പാണ്ഡിൽക്കർ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് പല പ്രാവശ്യം ഉപയോഗിച്ചതായി കണ്ടെത്തി. ദിനേശ് ഗൗരവിനെയും മഹേഷ് പാണ്ഡിൽക്കറിനെയും ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ ഗൗരവകരമായ കാര്യമാണിത്. എങ്ങനെയാണ് പോൾ ഒഫീഷ്യലിന്റെ പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം അൺലോക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഔദ്യോഗിക ഫോൺ ND മുന്നണി സ്ഥാനാർത്ഥിയുടെ ബന്ധുവിന്റെ കയ്യിൽ വോട്ടെണ്ണുന്ന സമയത്ത് എത്തിയത്? ഇയാൾ ഈ ഫോൺ കൊണ്ട് എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ വോട്ടെണ്ണൽ വളരെയധികം നീണ്ടുപോയത്? 4-ാം തീയതി വൈകുന്നേരമാണ് ഇവിടുത്തെ വോട്ടെണ്ണൽ പൂർത്തിയായത്. മിഡ് ഡേയുടെ ഈ റിപ്പോർട്ട് പ്രകാരം പോലീസ് പറഞ്ഞത് സ്ഥാനാർത്ഥിയുടെ ഈ ബന്ധു ഈ ഫോൺ ഉപയോഗിച്ച് OTP ജനറേറ്റ് ചെയ്തു എന്നും 4-ാം തീയതി വൈകിട്ട് 4:30 വരെ ഇയാളുടെ കൈവശം ഈ ഫോൺ ഉണ്ടായിരുന്നു എന്നുമാണ്. വളരെയേറെ പ്രതിപക്ഷ നേതാക്കളും മറ്റു പ്രമുഖ വ്യക്തികളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രമുഖ യൂട്യൂബർ ധ്രുവ് റാഠി ഇവിടെ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെ പറഞ്ഞത് സമ്പൂർണ്ണ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വോട്ടെണ്ണുന്നതിന്റെ CCTV ഫുട്ടേജ് ഷെയർ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നാണ്. ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ നടന്നതുപോലെയാണോ എന്ന് ജനങ്ങൾ അറിയാതിരിക്കാനാണോ ഇത് എന്നും അദ്ദേഹം ചോദിച്ചു. ഗോദി മീഡിയയിൽ ആകെ അവശേഷിക്കുന്ന വളരെ ചുരുക്കം യഥാർത്ഥ പത്രപ്രവർത്തകരിൽ ഒരാളായ ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഔദ്യോഗിക പോൾ ഏജന്റിന്റെ ഔദ്യോഗിക ഫോൺ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് നിയമവിരുദ്ധമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കൈവശം വെച്ചു എന്ന് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ച സ്ഥിതിക്ക് വെറും ഒരു പ്രസ് നോട്ട് മാത്രം നൽകാതെ വിശദമായി അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇലക്ഷൻ ഫലം തടഞ്ഞു വെച്ച് ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദിയും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ചോദിച്ച ചോദ്യങ്ങൾ ഇവയാണ്: അമോൽ കീർത്തികർ ആവശ്യപ്പെട്ടതുപോലെ ഈ വോട്ടെണ്ണലിന്റെ CCTV ഫുട്ടേജ് പുറത്തുവിടുമോ? ഇതിന്റെ ഫുട്ടേജ് പുറത്തുവിടാതിരിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ച സബർബൻ ജില്ലാ കളക്ടറിൽ നിന്നും വിശദീകരണം തേടുമോ? വൈകർ വിജയിച്ചതായുള്ള പ്രഖ്യാപനം തടഞ്ഞു വെക്കുമോ? ആദ്യ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് ഫലം നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുകയും പുനർ എണ്ണുന്നതിന് ഉത്തരവിടുകയും ചെയ്ത വരണാധികാരിയുടെ ഉത്തരവുകൾ എങ്ങനെയാണ് വിശദീകരിക്കുക? 19-ാം റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ മുതൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ പ്രസിദ്ധീകരിക്കാതിരിക്കാനുള്ള കാരണം വ്യക്തമാക്കുമോ? ഒരു മുഖ്യ അന്വേഷണാത്മക പത്രത്തിൽ വന്ന വാർത്ത ഷെയർ ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് FIR ഫയൽ ചെയ്യാൻ 10 ദിവസം വൈകിയത്? ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഫോൺ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ ബന്ധുവിന്റെ കയ്യിൽ വന്നത്? ഇതിൽ വ്യക്തത വരുത്തുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ വിശദമായ അന്വേഷണം പ്രഖ്യാപിക്കുമോ? വളരെ ശരിയായ ചോദ്യങ്ങളാണിവ. വളരെ ഗൗരവകരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിയും ഏജന്റും ഇലക്ഷൻ കമ്മീഷന്റെ ഏജന്റിന്റെ സഹായത്താൽ ജനവിധി അട്ടിമറിച്ചോ? എത്രയും വേഗം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പുനർതെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ കടമയല്ലേ?